അടുത്ത ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡി. ഒരു റിജിഡ് ബോഡിയുടെ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ നോക്കൂ. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് എന്തൊക്കെ മോഷൻ ഇല്ല നോക്കൂ. നെറ്റ് ഫോഴ്സ് 0, നെറ്റ് ടോർക്കും 0 എന്നാണ് എൻ്റെ അർത്ഥം. എന്തൊക്കെയാണ്? നെറ്റ് ഫോഴ്സ് 0, നെറ്റ് ടോർക്ക് 0 ആകുമ്പോഴാണ് ബോഡി എന്തിലാണെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാം, എഫ് എന്ന് പറഞ്ഞ എം എ അല്ലേ, അപ്പൊ എം എയുടെ ആൻസർ 0 ആകുമ്പം ബോഡി, പിന്നെ അതുപോലെ ഈ എഫ് ഈക്വൽ ടു എം എക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതണം. എഫ് ഈക്വൽ ടു എം എ, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള റൊട്ടേഷനിലെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഫോഴ്സിന് പകരം ടോർക്ക്, ഓർമ്മയുണ്ടോ അതൊക്കെ? മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ, ആക്സലേഷന് പകരം ആംഗുലാർ ആക്സലേഷൻ. അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ എഫ് ഈക്വൽ ടു 0, അപ്പൊ എം എ ഈക്വൽ ടു 0. ഇനി അപ്പൊ ടോർക്ക് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഐ ആൽഫ ഈക്വൽ ടു 0. കണ്ടില്ലേ? രണ്ട് നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ 0. അപ്പോൾ ഇതിൽ ഒരെണ്ണം 0 ആയേ പറ്റൂ. മാസ് കനോട്ട് ബി ഈക്വൽ ടു 0, അപ്പൊ എ 0. അതുപോലെ ഐ ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0, ഐ കനോട്ട് ബി ഈക്വൽ ടു 0, അപ്പൊ ആൽഫ ഈക്വൽ ടു 0. ഇപ്പൊ എഴുതിയതാണ് ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡിയുടെ കണ്ടീഷൻ. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അതിന് ആക്സലേഷനും പാടില്ല, ആംഗുലാർ ആക്സലേഷനും പാടില്ല. ആക്സലേഷനും പാടില്ല, ആംഗുലാർ ആക്സലേഷനും പാടില്ല. അപ്പൊ എപ്പോഴാണ് ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവുന്നത്? അതിലുള്ള നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0 ആകുമ്പോഴാണ് നിങ്ങളുടെ ബോഡി എന്തിലാണെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എം എ അല്ലേ മക്കളെ? അപ്പൊ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള റൊട്ടേഷനിലെ ഇക്വേഷൻ പറ. ഫോഴ്സിന് പകരം ടോർക്ക്, ഈ മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ, ആക്സലേഷന് പകരം ആംഗുലാർ ആക്സലേഷൻ. അപ്പോൾ നിങ്ങൾ തന്നെ പറയണം, എപ്പോഴാണ് ബോഡി ഇക്വിലിബ്രിയത്തിലാവുന്നത്? നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0 ആകുമ്പോഴാണ് ബോഡി ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയുന്നത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എം എ, അപ്പൊ എം എയുടെ ആൻസർ 0 ആകുമ്പം, ഇനി അല്ലെങ്കിൽ ഐ ആൽഫയുടെ ആൻസർ 0 ആകുമ്പം, ഇനി രണ്ട് നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ 0. അപ്പൊ ഇതിലൊന്ന് 0 ആയേ പറ്റൂ, മാസ് 0 വരില്ല, അപ്പൊ എ എന്താവും 0. ഇനി ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ 0, അപ്പൊ ഏതെങ്കിലും ഒന്ന് 0 ആയേ പറ്റൂ. ഐ കനോട്ട് ബി ഈക്വൽ ടു 0, അപ്പൊ ആൽഫ 0. അപ്പൊ വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ പറയാം. ഇഫ് ദ നെറ്റ് ഫോഴ്സ് ആൻഡ് നെറ്റ് ടോർക്ക് ആർ 0, the body is in equilibrium, or if the acceleration or angular acceleration are 0, the body is in equilibrium. ആ രീതിയിലും പറയാം. അപ്പൊ എപ്പോഴാണ് ബോഡി ഇക്വിലിബ്രിയത്തിലാവുക? നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0 ആകുമ്പോൾ. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ 0, നെറ്റ് ടോർക്ക് 0 എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സലേഷൻ 0 ആകുമ്പോൾ ബോഡി എന്തിലായി? ഇക്വിലിബ്രിയത്തിലായി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് നോക്കൂ, ടോർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ടോർക്ക് നമ്മളിപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചതുമാണ്. ടോർക്കിന്റെ ലെറ്റർ ആണ് ടോ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനെ പറയുന്ന പേരാണ്, ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. അപ്പോൾ വണ്ടിയുടെ സ്റ്റിയറിംഗിൽ നമ്മൾ കൊടുക്കുന്നത് ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ്. അപ്പോൾ അവിടെ ടോർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ടോർക്ക്, അപ്പോൾ ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. ഇനി ടേണിംഗ് എഫക്റ്റ് എന്താണ്? ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ടേണിംഗ് എഫക്റ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ടോർക്കിനെ നെഗറ്റീവ് എന്ന് എടുക്കണം. എന്തെടുക്കണം? നെഗറ്റീവ്. ഇനി ആന്റി ക്ലോക്ക് വൈസ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ടോർക്കിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. മറക്കരുത്, ഇഫ് ദ ടേണിംഗ് എഫക്റ്റ് ഈസ് ക്ലോക്ക് വൈസ്, ദ ടോർക്ക് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഇഫ് ദ ടേണിംഗ് എഫക്റ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്, ദ ടേണിംഗ് എഫക്റ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഇതിലേതെങ്കിലും ഒന്നേ പഠിക്കാവൂ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് എഫക്റ്റ് ആണെങ്കിൽ ടോർക്ക് പോസിറ്റീവ്. ഓക്കെ, ഇനി അടുത്ത ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ പറ. ടോർക്ക് എന്ന് പറയുന്നത് ആർ ക്രോസ് എഫ് ആണ്. എന്താണ്? ആർ ക്രോസ് എഫ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ആൻസർ ഒരു വെക്ടർ ആയിരിക്കും. അപ്പൊ ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ടോർക്കിന്റെ യൂണിറ്റ് എന്ത് വരും? ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെത് മീറ്റർ. അപ്പൊ ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്കിന്റെ യൂണിറ്റ്. അപ്പൊ ടോർക്കിന്റെ യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ മീറ്റർ. ടോർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ടോർക്കിന്റെ ഡയറക്ഷൻ, ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ആർ ആൻഡ് എഫ്. നമുക്കറിയാം, പണ്ട് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ പറഞ്ഞവരാണ്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്? ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ആർ ആൻഡ് എഫ്. ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ആർ ആൻഡ് എഫ്. ഇനി ഈ ടോർക്കിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കാം. നമ്മൾ പഠിച്ചല്ലേ, എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ, ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് റൂളാണ്? സ്ക്രൂ റൂൾ. ശരിയല്ലേ? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അപ്പൊ മറക്കരുത്, ടോർക്കിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് റൂൾ എന്ന് ചോദിച്ചാൽ
റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ആർ ആൻഡ് എഫ്. ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ആർ. ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു എഫ് ഓൾസോ. ഓക്കെ, ഇപ്പൊ ടോർക്ക് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ടോർക്കിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ആംഗുലാർ മൊമെന്റം കേട്ടിട്ടുണ്ടോ? ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് മൊമെന്റ് ഓഫ് മൊമെന്റം. മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം. സാധാരണ മൊമെന്റത്തിന് പറയുന്ന പേരാണ് ലീനിയർ മൊമെന്റം. അപ്പൊ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് നോൺ ആസ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ എൽ എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എൽ കാണുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ആർ ക്രോസ് പി എന്നാണ്. എന്താണ്? ആർ ക്രോസ് പി. ഇത് വെക്ടർ ആണ്, ഇതും വെക്ടർ ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ആൻസറും വെക്ടർ ആയിരിക്കും. അപ്പൊ ആംഗുലാർ മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ആംഗുലാർ മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഇപ്പൊ പറഞ്ഞ പോലെ ക്രോസ് പ്രോഡക്റ്റ് ആയിട്ടല്ലേ നടക്കുന്നത്. അപ്പൊ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഇനി ആംഗുലാർ മൊമെന്റം ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ആർ ആൻഡ് പി. ആറിനും പിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും ആംഗുലാർ മൊമെന്റം. ഇനി ആംഗുലാർ മൊമെന്റത്തിന്റെ യൂണിറ്റ് വേണം. മൊമെന്റം, സാധാരണ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ, ഇൻറ്റു മീറ്റർ. അപ്പൊ എന്ത് വരും? കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് ആംഗുലാർ മൊമെന്റത്തിന്റെ യൂണിറ്റ്. കൊളമാക്കരുത്. അപ്പൊ ആംഗുലാർ മൊമെന്റം ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ എൽ. ആംഗുലാർ മൊമെന്റത്തിന്റെ വേറൊരു പേര് മൊമെന്റ് ഓഫ് മൊമെന്റം. അപ്പൊ എൽ കാണാനുള്ള ഇക്വേഷൻ ആർ ക്രോസ് പി. ആംഗുലാർ മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ത് വരും പറയും? മൊമെന്റത്തിന്റെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതിന് ഒരു മീറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ആംഗുലാർ മൊമെന്റം ഈസ് വെക്ടർ. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ആർ ആൻഡ് പി. ആംഗുലാർ മൊമെന്റം ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ആർ ആൻഡ് പി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചല്ലേ? അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷൻ, പഴയ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയൂ. പഴയത് പറയൂ, ഗൗരീശങ്കർ പറയൂ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അടുത്ത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അടുത്ത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. അതേ ഇക്വേഷൻസ് ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം, നോക്കിക്കോളൂ. എന്താണ്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അടുത്ത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അടുത്തത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് നിങ്ങൾ അവിടെ പഠിച്ചത് അല്ലേ? അപ്പൊ ഇതിന് ഓരോന്നിനെയും ഈക്വലന്റ് ആയിട്ടുള്ള സാധനം കിട്ടിയെന്ന് നിങ്ങൾക്ക് എഴുതിക്കൂടെ? പറഞ്ഞോ. നമുക്ക് ആ റൊട്ടേഷനിൽ അനലോഗസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഓരോന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. നിങ്ങൾ പറ. വെലോസിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആംഗുലാർ, അപ്പൊ റൊട്ടേഷനിൽ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? ആംഗുലാർ വെലോസിറ്റി ഏതാണ്? ഒമേഗ. ഇനി അടുത്ത് ആക്സലറേഷൻ, ആംഗുലാർ ആക്സലറേഷൻ ഓർമ്മയുണ്ടോ? ഇനി മാസിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള സാധനം ടോർക്ക്. ഓക്കെ, ഇനി അടുത്തത് എസ് ഓർ എക്സിന് ഈക്വലന്റ് ആയിട്ടുള്ള സാധനം തീറ്റ. അപ്പൊ ഇതൊക്കെയാണ് ക്വാണ്ടിറ്റീസ്. അപ്പൊ റൊട്ടേഷണൽ അനലോഗസ് നമ്മളൊന്ന് ഓർത്ത് വെച്ചോണം. പറഞ്ഞോ, വെലോസിറ്റിക്ക് നമ്മൾ വി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, അതവിടെ ഒമേഗ എന്ന് റെപ്രസെന്റ് ചെയ്യണം. എ എന്ന സാധാരണ ആക്സലറേഷൻ എ, ആംഗുലർ ആക്സലറേഷൻ ആൽഫ. അടുത്ത മാസിന് ഇക്വലന്റ് ആയിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഫോഴ്സിന് ഇക്വലന്റ് ആയിട്ട് ടോർക്ക്, എസ് ഓർ എക്സിന് ഇക്വലന്റ് ആയിട്ട് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള റൊട്ടേഷന്റെ ഇക്വേഷൻ പറയണം. നോക്കൂ, ഫൈനൽ വെലോസിറ്റി, ഇത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ഈക്വൽ ടു ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി പ്ലസ് ആൽഫ ടി. ബുദ്ധിമുട്ടുണ്ടായ ഒരു ഇക്വേഷൻ ആയി. അടുത്ത ഇതിന് പകരം എസിന് പകരം തീറ്റ. തീറ്റ ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി, പറഞ്ഞോ, ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഇൻറ്റു ടി പ്ലസ് ഹാഫ് എക്ക് പകരം ആൽഫ ഇനി ടി സ്ക്വയർ. ബുദ്ധിമുട്ടില്ല. അടുത്ത ഫൈനൽ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി സ്ക്വയർ ഈക്വൽ ടു 2 ആൽഫ എസിന് പകരം തീറ്റ. അപ്പൊ ഇത് പാടുപെടേണ്ട കാര്യമുണ്ടോ? അപ്പൊ ആ റൊട്ടേഷൻ അനലോഗസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, അല്ലാതെ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കണ്ട. ഇനി നമ്മൾ നോക്കൂ, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ളതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇക്വേഷൻ പറയൂ. ടോ ഈക്വൽ ടു പറഞ്ഞോ, എമ്മിന് പകരം ഐ, എക്ക് പകരം ആൽഫ. അല്ല, ബുദ്ധിമുട്ടും തോന്നിയ. ഇനി അടുത്ത് പി ഈക്വൽ ടു എം വി. പി ഈക്വൽ ടു എം വി എന്ന് നമുക്കറിയാം. അത് ഞാൻ പറയാൻ മറന്നു. ഈ പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന് പകരം ആംഗുലാർ മൊമെന്റം പറയും. അപ്പൊ അവിടെ എന്ത് വരും? എൽ ഈക്വൽ ടു മാസിന് പകരം ഐ, വെലോസിറ്റിക്ക് പകരം ഒമേഗ. അപ്പോൾ ഇതെല്ലാം
ബൈ ഹാർട്ട് ചെയ്യണം. അല്ല, ബൈ ഹാർട്ട് ചെയ്യേണ്ട, നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ ഓർക്കുക. എന്നിട്ട് റൊട്ടേഷണൽ അനലോഗസ് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ലീവേഴ്സ് എന്നുള്ള സെക്ഷൻ. ലീവറൊക്കെ ഓർമ്മയുണ്ടോ? ഈ വർഷം നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചതേ ഓർമ്മയില്ല, അപ്പോഴാണ് ഫസ്റ്റ് ഇയറിലെ കാര്യം ചോദിക്കുന്നത് അല്ലേ? അപ്പം നോക്കൂ, അപ്പം നമുക്ക് ലീവേഴ്സ് നോക്കാം. ലീവേഴ്സ് നമുക്ക് തടിയൊക്കെ പൊക്കുന്ന പാരകമ്പി കണ്ടിട്ടില്ലേ? അപ്പം ഇതൊരു പാരകമ്പിയാണ്. അപ്പം ഇതൊരു പാരകമ്പി. അപ്പം ഇതൊരു വലിയ തടിയുടെ പീസാണ്. ഒരു തടിയുടെ പീസാണ്. കണ്ടോ? തടിയാണ്, കണ്ടോ? തേക്കും തടിയാണ്. അപ്പോൾ ഈ തടിയുടെ പീസിനെ അങ്ങോട്ട് തള്ളി മാറ്റണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? വേറൊരു കല്ലോ എന്തെങ്കിലും ഇവിടെ എടുത്ത് വെച്ചിട്ട് ഈ പാരകമ്പി ഇതുപോലെ ഇതിൻ്റെ അടിയിലോട്ട് കയറ്റും. അടിയിലോട്ട് കയറ്റിയിട്ട് നമ്മൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും അല്ലേ? ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ തടി തെറിച്ചങ്ങ് പോകും. ശരിയല്ലേ? അപ്പൊ ഇവിടെയല്ലേ നമ്മൾ ഫോഴ്സ് കൊടുത്തേ? നമ്മൾ കൊടുത്ത ഈ ഫോഴ്സിനെ എഫർട്ട് എന്നാണ് പറയുക. എന്താ പറയുക? എഫർട്ട്. നമ്മുടെ ഈ സാധനത്തിനല്ലേ അങ്ങോട്ട് തള്ളി നീക്കിയത്? ഇതിനെ ലോഡെന്നോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നോ പറയും. എന്താ പറയുക? ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇനി അടുത്ത് ഈ സാധനത്തിന് ഇതൊരു കല്ലോ തടിയോ എന്തെങ്കിലും ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്തല്ലേ ഈ ലീവർ റൊട്ടേറ്റ് ആയത്, ഇങ്ങനെ 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 ആയത്. അപ്പോൾ ഇതിനെ ഫൽക്രം എന്ന് പറയും. ഫൽക്രം. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ലീവറിനെ സംബന്ധിച്ചുള്ള 3 ടേംസ് ആണ്: എഫർട്ട്, ഫൽക്രം, റെസിസ്റ്റൻസ്. ഇനി എത്ര ടൈപ്പ് ലീവർ ഉണ്ട് നമുക്കറിയാം. 3 ടൈപ്പ് ലീവർ ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ലീവർ, അടുത്ത സെക്കൻഡ് ഓർഡർ ലീവർ, അടുത്ത ഏതാ? തേർഡ് ഓർഡർ ലീവർ. ഫസ്റ്റ് ഓർഡർ ലീവർ. ഫസ്റ്റ് ഓർഡർ ലീവറിന് ഞാൻ എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. സിസേഴ്സ് കണ്ടോ? സിസേഴ്സ് എന്തിന് എക്സാമ്പിൾ ആണ്? ഫസ്റ്റ് ഓർഡർ ലീവറിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇവിടെയല്ലേ പിടിക്കുന്നത്. അപ്പൊ എഫർട്ട് ഇവിടെയാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ആണി ഉണ്ടാവും, അതിനെ ബേസ് ചെയ്താണ് ഇത് റൊട്ടേറ്റ് ആകുന്നത്. അപ്പൊ അതാണ് ഫൽക്രം. വെട്ടാനുള്ള തുണി ഇവിടെയാണ് വെക്കുന്നത്, അപ്പൊ അതാണ് റെസിസ്റ്റൻസ്. കണ്ടോ? അപ്പൊ നിങ്ങൾ ഇവിടെ ഏതാണ് ഇടയ്ക്ക് വരുന്നത് നോക്കൂ. ഫൽക്രം അല്ലേ ഇടയ്ക്ക് വരുന്നത്? അപ്പൊ ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഏതാണ് ഇടയ്ക്ക് വരുന്നത്? ഫൽക്രമാണ് ഇടയ്ക്ക് വരുന്നത്. വേറെ എണ്ണം പറയാം. സീസോ. സീസോ ഇതാ ഇരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഒരു ആളിരിക്കുന്നു, അപ്പുറത്ത് ഒരാളിരിക്കുന്നു. കണ്ടോ? 2 ആള്. അപ്പൊ ഇവിടെ ഒരു സാധനത്തിന്റെ ബേസ് ചെയ്താണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഇത് ഫൽക്രം. ഇവിടെ ഇരിക്കുന്ന ആളിനെ റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം, അപ്പുറത്തിരിക്കുന്ന ആളിനെ എഫർട്ട് എന്ന് വിളിച്ചോ, തിരിച്ചായാലും കുഴപ്പമില്ല. അപ്പൊ ഏതാണ് നടുക്ക്? ഫൽക്രം അല്ലേ ഇടയ്ക്ക് വരുന്നത്? അപ്പൊ ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഏതാണ് ഇടയ്ക്ക് വരുന്നത്? ഫൽക്രമാണ് ഇടയ്ക്ക് വരുന്നത്. അതുപോലെ പ്ലെയേഴ്സ്. പ്ലെയർ അറിഞ്ഞൂടെ? പ്ലെയർ ഇതാ നമ്മുടെ ഒരു പ്ലെയർ ആണ്. കണ്ടില്ലേ? നോക്കൂ, പ്ലെയർ കണ്ടില്ലേ? അപ്പൊ ഈ പ്ലെയറില് ഇവിടെ ഒരു ആണി ഉണ്ടാവും, അപ്പൊ അതാണ് ഫൽക്രം. ഇവിടെയാണ് നിങ്ങൾ പിടിക്കുന്നത്, അപ്പൊ ഇവിടെയാണ് എഫർട്ട്. അപ്പൊ ഇവിടെയോ കട്ട് ചെയ്യേണ്ട കമ്പി എന്താന്ന് വെച്ചാൽ ആ സാധനം, അപ്പൊ റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെയും ഏത് തന്നെയാണ് ഇടയ്ക്ക് വരുന്നത്? നടുക്ക് വരുന്നത് ഏതാണ്? ഫൽക്രം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഫസ്റ്റ് ഓർഡർ ലീവറിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മുടെ കോമൺ ബാലൻസിലെ കോമൺ ബാലൻസ് ഓർമ്മേണ്ട. ത്രാസില് ഒരു സ്ഥലത്ത് കട്ട, ഒരു സ്ഥലത്ത് പഞ്ചസാര. അപ്പൊ കട്ടയെ റെസിസ്റ്റൻസ് എന്ന് വിളിച്ചോ, പഞ്ചസാര എഫർട്ട് എന്ന് വിളിച്ചോ. അപ്പൊ നടുക്കൊരു ആണിയെ ബേസ് ചെയ്തല്ലേ അത് ഇങ്ങനെ ഇങ്ങനെ ആടുന്നത്. അപ്പൊ ഈ നടുക്കുള്ളതാണ് ഫൽക്രം. ഓക്കെ, അപ്പൊ ഫൽക്രം അല്ലേ ഇടയ്ക്ക്. അപ്പൊ കോമൺ ബാലൻസ് ഏത് ഓർഡർ ലിവർ ആണ്? ഫസ്റ്റ് ഓർഡർ ലിവർ ആണ്. ഇനി സെക്കൻഡ് ഓർഡർ ലിവർ. സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ഞാൻ പറയാം. നോക്കൂ, ലെമൺ സ്ക്വീസർ കേട്ടിട്ടുണ്ടോ? ലെമൺ സ്ക്വീസർ. നാരങ്ങ ഞെക്കി ഞാൻ വരയ്ക്കാം. നോക്കൂ, ഇതാ ഇവിടെ നോക്കൂ, നാരങ്ങ ഞെക്കിയാണ്. കണ്ടോ? കണ്ടില്ലേ? ഇനി ഇവിടെ വേറെ ഇതും കൂടെ കാണും. കണ്ടോ? ഇങ്ങനെ 2 സാധനങ്ങൾ കാണും. ഇവിടെ ഒരു ഹിഞ്ചസ് കാണും അല്ലേ? അപ്പൊ നാരങ്ങയാണ് ഇവിടെ വയ്ക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ നാരങ്ങയാണ്. കണ്ടോ? നാരങ്ങ ഇപ്പൊ വരുത്തിയ നാരങ്ങയാണ്. കണ്ടോ? നാരങ്ങ. അപ്പൊ നാരങ്ങയാണ് അവിടുത്തെ റെസിസ്റ്റൻസ്. ഇനി ഈ ഹിഞ്ചസിനെ ബേസ് ചെയ്തല്ലേ അത് ടേൺ ചെയ്യുന്നത്. അപ്പൊ ഫൽക്രം ഇത്. ഇവിടെ അല്ലേ നിങ്ങൾ എഫർട്ട് കൊടുക്കുന്നത്. അപ്പൊ ഏതാണ് ഇവിടെ നടുക്ക് വരുന്നത്? റെസിസ്റ്റൻസ് അല്ലേ നടുക്ക് വരുന്നത്. അപ്പൊ സെക്കൻഡ് ഓർഡർ ലിവറിൽ ഏതാണ് നടുക്ക് വരുന്നത്? റെസിസ്റ്റൻസ്. ഇനി അടുത്ത് നട്ട് ക്രാക്കർ. നട്ട് ക്രാക്കർ എന്ന് കേട്ടിട്ടുണ്ടോ? പാക്ക് വെട്ടുന്ന സാധനം കണ്ടിട്ടുണ്ടോ? അപ്പൊ പാക്ക് വെട്ടി നോക്കൂ. ഇതാണ് നമ്മുടെ പാക്ക് വെട്ടി. നോക്കൂ, പാക്ക് വെട്ടിയിൽ ഇവിടെ ഒരു ആണി കാണും. ഇതിനെ ബേസ് ചെയ്താണ് ഇത് കറങ്ങുന്നത്. അപ്പൊ ഫൽക്രം. ഇവിടെ പാക്കാണ് ഇത് റെസിസ്റ്റൻസ്. നിങ്ങൾ ഇവിടെ എഫർട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെയും ആറല്ലേ നടുക്ക്. അപ്പൊ ഇതെല്ലാം ഏത് ഓർഡർ ലിവർ ആണ്? സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ്. ഇനി വേറെയും ഉണ്ട്. നിങ്ങൾ ഇത്
നോക്കൂ, നേരെ നോക്കി പറയണം. ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? മേശിരി വരെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. സിമെൻ്റൊക്കെ കുഴച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? അപ്പം ഇവിടെ അയാൾ എഫർട്ട് കൊടുക്കും അല്ലേ? ഇവിടെയാണ് ആ ചാന്തൊക്കെ കുഴച്ചിട്ടിരിക്കുന്നത്. അപ്പം റെസിസ്റ്റൻസ്. ഈ വീലിനെ ബേസ് ചെയ്ത് അത് എങ്ങോട്ട് വേണോ തിരിക്കാം. അപ്പം ഇത് ഫൾക്രം. അപ്പം ഏത് ഓർഡർ ലിവറാണ്? സെക്കൻഡ് ഓർഡർ ലിവർ അല്ലേ? ഇനി വീൽ ചെയർ. വീൽ ചെയർ നോക്കൂ. വീൽ ചെയർ, വീൽ ചെയർ, ദാ വീൽ ചെയർ കണ്ടില്ലേ? ഇവിടെ ഒരാളിരിക്കുന്നു. നോക്കൂ, ഇവിടെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം എഫർട്ട് ഇവിടെയാണ്. തള്ളിക്കൊണ്ടുവന്ന ആൾ എഫർട്ട് അവിടെ കൊടുക്കും. ഇനി ഇവിടെയാണ് ആ സാധനം ഇരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, പേഷ്യൻ്റ് ഇരിക്കുന്നത് ഇവിടെ. ഇപ്പോൾ റെസിസ്റ്റൻസ് ഈ വീലിനെ ബേസ് ചെയ്ത് എങ്ങോട്ടോ തിരിക്കാം. അപ്പോൾ ഇത് ഫൾക്രമാണ്. അപ്പം ഇതും ഏത് ഓർഡർ ലിവറാണ്? സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ലിവറിൽ ഏതാണ് നടുക്ക് വരുന്നത്? റെസിസ്റ്റൻസ് ആണ് നടുക്ക് വരുന്നത്. ഇനി ഏത് ഓർഡർ ലിവറാണ്? തേർഡ് ഓർഡർ ലിവറാണ്. തേർഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ പറയാം. ഐസ്റ്റോങ്സ് അല്ലേ? ഐസ്റ്റോങ്സ് എന്ന് പറഞ്ഞാൽ ഐസ് ഇടണം. നോക്കൂ, ഇപ്പോൾ നോക്കൂ, ആരാണ് ഇപ്പോൾ ആദിത്യൻ വീട്ടിലിരിക്കുന്നു. കൊറോണ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കൊറോണ വരില്ല എന്നാരോ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആദിത്യൻ എന്ത് ചെയ്യുന്നു? ഐസ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഗ്ലാസ്സിലേക്ക് അവൻ എന്ത് പറക്കിയിടുന്നു? ഐസ് പറക്കിയിടുന്നു. അപ്പോൾ അവൻ അവിടെ ഐസ് പറക്കിയിടാൻ വേണ്ടി ഉപയോഗിച്ച സാധനത്തിനെ കണ്ടോ നിങ്ങൾ? കണ്ടോ? അപ്പോൾ ഇതിൽ ഇവിടെ ഐസിനെ വയ്ക്കുന്നു. ഐസ് ക്യൂബ് ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ഐസ് ക്യൂബാണ്. അപ്പോൾ ഐസ് ക്യൂബാണ് അവിടുത്തെ റെസിസ്റ്റൻസ്. ഈ ഇവിടെ ഈ എൻഡ് കണ്ടോ? ഈ എൻഡിനെ ബേസ് ചെയ്ത് അത് ഇങ്ങനെ ആവും. അപ്പോൾ ഇത് ഫൾക്രം. ഇനി ഇവിടെയാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ എഫർട്ട്. അപ്പോൾ തേർഡ് ഓർഡർ ലിവറിൽ ഏതാണ് നടുക്ക് വരുന്നത്? എഫർട്ടാണ് നടുക്ക് വരുന്നത്. ഇതുപോലത്തെ ഒരു സാധനം. അപ്പോൾ ഇത് ഐസ് ടോങ്സ്. അടുത്ത ഫയർ ടോങ്സ്. ഫയർ ടോങ്സ് കേട്ടിട്ടുണ്ടോ? ഫയർ ടോങ്സ് തീന്ന് വല്ല സാധനങ്ങൾ എടുക്കാനും ചവണ എന്ന് പറഞ്ഞ സാധനം അത് ഇതുപോലെ തന്നെ. അപ്പോൾ എന്താ ബേക്കറിയിൽ പഫ്സ് വാങ്ങിച്ച് തിന്നണം. അപ്പോൾ അവിടെ ഒരു സാധനം ഇങ്ങനെ എടുത്തോണ്ട് വന്ന് ഇങ്ങനെ നീട്ടി തരുന്നു. അപ്പോൾ അവിടെയും ഉപയോഗിച്ചത് ഇതുപോലത്തെ സാധനം തന്നെ. അപ്പോൾ അതെല്ലാം ഏത് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്? തേർഡ് ഓർഡർ ലിവർ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഫസ്റ്റ് ഓർഡർ ലിവറിൽ നിങ്ങൾ ഫ്രീ എന്ന് ആലോചിക്കുക. ഫ്രീയിൽ ലാസ്റ്റ് ഈ വേണ്ട. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഫൾക്രം നടുക്ക്, സെക്കൻഡ് ഓർഡർ ലിവറിൽ റെസിസ്റ്റൻസ് നടുക്ക്, തേർഡ് ഓർഡർ ലിവറിൽ എഫർട്ട് നടുക്ക്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. In first order liver, fulcrum is in between the other two. In second order liver, resistance is in between the other two. Then in third order liver, effort is in between the other two. Okay. Example ഓർത്തിരിക്കണം. ഫസ്റ്റ് ഓർഡർ ലിവർ എക്സാമ്പിൾ പറയൂ. സിസേഴ്സ്, പ്ലെയർ, അടുത്ത് സീസോ, കോമൺ ബാലൻസ് എക്സെട്ര. സെക്കൻഡ് ഓർഡർ ലിവർ ലെമൺ സ്ക്വീസർ, നട്ട് ക്രാക്കർ, വീൽ ചെയർ, വീൽ ബാരോ. ഇതിന്റെ പേരെന്താണ്? വീൽ ബാരോ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത തേർഡ് ഓർഡർ ലിവർ ഐസ് ടോങ്സ്, ഫയർ ടോങ്സ് ഒക്കെ. ഓക്കെ, സിമ്പിൾ അല്ലേ ഇത്? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. പ്രിൻസിപ്പിൾ ഓഫ് എ ലീവർ. അതും നിങ്ങൾ പഠിച്ചതാണ്. പ്രിൻസിപ്പിൾ ഓഫ് എ ലീവർ കൊച്ചു ക്ലാസ്സിലും പഠിച്ചതാണ് ഇത്. പല ആളുകളും ലിസൺ. നമ്മുടെ ഇവിടെ ഒരു ലീവർ ഇരിക്കുന്നു. ഇതിനെ ബേസ് ചെയ്താണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ എഫർട്ട് ഉണ്ട്. ഇപ്പൊ ഇതാണ് ഫൾക്രം. ഓക്കെ, ഇനി ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണണം. എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലീവർ ഉപയോഗിക്കുന്നതിനാണ്. നേർച്ചയ്ക്കാണോ? അല്ല, എന്തെങ്കിലും ഗുണം കാണും. അപ്പം ഒരു ലീവർ ഉപയോഗിക്കുമ്പം നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ആ അഡ്വാൻറ്റേജിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്. ഇപ്പോൾ എന്താണ് വർക്ക് ചെയ്യാനുള്ള ഒരു ഈസിനെസ് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, റെസിസ്റ്റൻസ് ബൈ എഫർട്ട് എന്നാണ്. എന്താണ്? റെസിസ്റ്റൻസ് ബൈ എഫർട്ട്. റെസിസ്റ്റൻസ് ബൈ എഫർട്ട് ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇവിടെ നോക്കൂ, ഈ റെസിസ്റ്റൻസിനെ കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആണെന്നിരിക്കുന്നു. ഇവിടെ ഒരാളിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരാളിരിക്കുന്നു. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ്. ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഈ കറക്റ്റ് ഈ ദൂരം സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുന്ന ഈ ദൂരത്തിന്, റെസിസ്റ്റൻസ് തൊട്ട് ഫൾക്രം വരെയുള്ള ദൂരത്തിന് റെസിസ്റ്റൻസ് ആം എന്ന് പറയും, അല്ലെങ്കിൽ ലോഡ് ആം എന്ന് പറയും. ഇനി ഇവിടെ ഒരാളിരിക്കുകയാണ്. അപ്പൊ അവിടം തൊട്ട് ഇതുവരെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ദൂരം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എഫർട്ട് ആം. അപ്പൊ ഇത് എഫർട്ട് ആം, ഇത് റെസിസ്റ്റൻസ് ആം. അപ്പോൾ ഞാൻ പറയാം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. സോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ഈക്വൽ ടു എഫർട്ട് ആം ബൈ റെസിസ്റ്റൻസ് ആം എന്നാണ്. എഫർട്ട് ആം ബൈ
റെസിസ്റ്റൻസ് ആം. അപ്പൊ തിരിഞ്ഞു പോരുത്, ഏതെങ്കിലും ഒന്നേ പഠിക്കാവൂ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണല്ലോ ആദ്യത്തെ ഇക്വേഷൻ പറയൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ബൈ എഫർട്ട്. മറ്റേനകത്ത് തിരിച്ചു വരും, എഫർട്ട് ആം ബൈ റെസിസ്റ്റൻസ് ആം. LHS സെയിം അല്ലേ? അപ്പൊ RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് വയ്ക്കുക. പറയൂ, റെസിസ്റ്റൻസ് ബൈ എഫർട്ട് ഈസ് ഈക്വൽ ടു പറഞ്ഞോ എഫർട്ട് ആം ബൈ റെസിസ്റ്റൻസ് ആം എന്നാണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റെസിസ്റ്റൻസ് ഇൻറ്റു പറഞ്ഞോ റെസിസ്റ്റൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് ആം ഈസ് ഈക്വൽ ടു പറയണം എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം എന്ന് കിട്ടിയില്ലേ? ഇതിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീവർ. അപ്പൊ ഏതൊരു ലീവർ എടുത്താലും എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് ആം ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് എ ലീവർ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ലീവർ എടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ മൊമെന്റ് ബാർ എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തവരാണ്. അപ്പൊ ഒരു സ്കെയിൽ എടുത്തിട്ട് ആ സ്കെയിലിനെ നിങ്ങൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയായിരുന്നു, ഓർമ്മയുണ്ടോ? സ്കെയിലിനെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടു. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ഒരു വെയിറ്റ് ആഡ് ചെയ്തു, ഓർമ്മയുണ്ടോ? ഇപ്പുറത്തൊരു കല്ല് കെട്ടി തൂക്കി, കണ്ടില്ലേ? ഒരു കല്ല് കെട്ടി തൂക്കി. ഇനി അപ്പൊ ഇത് ഏതെങ്കിലും ഒന്നിനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഞാൻ ഇതിനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എഫർട്ടായിട്ടും എടുക്കണം. ഇനി ഈ പോയിന്റ് ആണ് നമ്മുടെ ഫൽക്രം. ഇനി നമ്മൾ അവിടെ ചെയ്ത പണി എന്താന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവിടെ ചെയ്തത് തന്നെ എന്താണ്? എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് ആം. കണ്ടോ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഈ അൺനോൺ കല്ല് കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടുത്തെ വെയിറ്റ് ഇൻറ്റു പറ ഈ ദൂരം ഈക്വൽ ടു ഇവിടുത്തെ കല്ലിന്റെ വെയിറ്റ് ഇൻറ്റു ഈ ദൂരം. ഇതും അറിയാം, ഇതും അറിയാം, ഇതും അറിയാം. ഏതറിയില്ല? കല്ലിന്റെ അറിഞ്ഞൂടാ. അപ്പൊ കല്ലിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഇതാണ് നമ്മൾ മൊമെന്റ് ബാർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റിൽ ചെയ്തത്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ലീവർ ആണ്. അപ്പൊ റെസിസ്റ്റൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് ആം ഈസ് ഈക്വൽ ടു എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം എന്നാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം.